ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മൾ ആദ്യം തന്നെ നൽകിയ ഉറപ്പ് പ്രകാരം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് അപ്ഡേറ്റുകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ മറ്റൊരു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഇനി വരുന്ന ദിവസങ്ങളിൽ പലതും ഓഗസ്റ്റ് 31-നകത്തൊക്കെ നിങ്ങൾക്ക് സ്കൂൾ വഴിയും കോളേജ് വഴിയും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളാണ്. ഇത് കൂടാതെ തന്നെ അനവധി പ്രൈവറ്റ് സെക്ടറിലുള്ള അല്ലെങ്കിൽ ഫൗണ്ടേഷനോ ബാങ്ക് വൈസോ ഉള്ള സ്കോളർഷിപ്പുകൾ അതിൻ്റെ ഡേറ്റ് വന്നാൽ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസുമായിട്ട് സെപ്പറേറ്റ് എക്സ്ക്ലൂസീവ് വീഡിയോസുമായിട്ട് ഞങ്ങൾ എത്തുന്നതുമാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം നോക്കാം ഏതൊക്കെയാണ് പ്രധാനമായിട്ട് കോളേജ് സ്കോളർഷിപ്പുകൾ. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഇതിൽ തന്നെ 12,000 മുതൽ 20,000 രൂപ വരെ വർഷം ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ക്ലാസ് 12-ാം ക്ലാസ്സിൽ ഈ പറയുന്ന പോലെ 80% കൂടുതൽ നിങ്ങൾക്ക് എന്ത് വേണം മാർക്ക് ഉണ്ട് എങ്കിൽ, അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ മീൻസ് നിങ്ങളുടെ ആനുവൽ ഇൻകം ഒക്കെ നോക്കും, അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ലഭ്യമാകുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇത്. ആക്ച്വലി നമ്മുടെ NSP നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതാത് കോളേജുകൾ, ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇനി അടുത്ത ചേരാൻ പോകുന്ന കോളേജിൻ്റെ അഡ്മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് എലിജിബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് കോളേജ് വഴി അത് അപ്രൂവൽ എടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ തുക പാസ്സാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, ഇതൊരു സ്റ്റേറ്റ് സ്കീമാണ്. അതായത് +2വിൻ്റെ ബേസിൽ പ്രധാനമായിട്ടും പ്രൊഫഷണൽ ഫീമെയിൽ സ്റ്റുഡൻസിനാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ആയിട്ടുള്ള ഫീമെയിൽ സ്റ്റുഡൻസിന്, മൈനോറിറ്റി കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതും ഡയറക്ടറേറ്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് കൂടിയാണ്. ഇത് കൂടാതെ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അതും ഈ പറയുന്ന പോലെ UG PG ആണ്. 50% മാർക്കിന് കൂടുതൽ ലാസ്റ്റ് എക്സാമിൽ വേണം. 1 ലക്ഷത്തിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. പിന്നെ ഗ്രാൻഡ് സ്കോളർഷിപ്പ്. ഗ്രാൻഡ്സ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ +2 കഴിഞ്ഞ് കോളേജുകളിലേക്ക് പോയിട്ട് കോളേജ് വഴിയും അപ്രൂവൽ എടുക്കേണ്ട ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആ കാറ്റഗറിയിൽ വരുന്നുണ്ടോ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എങ്കിൽ ഗ്രാൻഡ്സ് നിങ്ങൾക്ക് കോളേജ് ഫീസും മെസ് ഫീസൊക്കെ അതിൽ തന്നെ പോകുന്ന രീതിയിൽ കിട്ടും. ഇനി സ്കൂൾ സ്കോളർഷിപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുതൽ മീൻസ് മുകളിലോട്ട് വരെ ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. 8ൽ പഠിക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന 9 മുതൽ 12 വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന ഒന്നാണ് NMMS. നിങ്ങൾക്കറിയാം അതിലൊരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ തന്നെ എഴുതാൻ പറ്റുന്നതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അത് നിങ്ങളുടെ സ്കൂളുമായിട്ട് തിരക്കുക. കൃത്യമായിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നറിയാം. ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇത് കൂടാതെ എന്താണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് അല്ല, പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. നമ്മൾ നേരത്തെ പോസ്റ്റ് മെട്രിക് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ 10 വരെയൊക്കെയുള്ള 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് മൈനോറിറ്റി ബേസിൽ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇത് കൂടാതെ LSS ഉണ്ട്, USS ഉണ്ട്. LP വിദ്യാർത്ഥികൾക്ക് 4ാം ക്ലാസ്സിലും മറ്റവർക്ക് 7ാം ക്ലാസ്സിലും എഴുതിയെടുത്ത് അതിൻ്റെ മെറിറ്റ് ബേസിൽ കിട്ടുന്ന സ്കോളർഷിപ്പാണ്. ഇത് കൂടാതെ വിദ്യാകിരൺ സ്കോളർഷിപ്പ് ഉണ്ട്. SC ST വിദ്യാർത്ഥികൾക്ക്, ക്ലാസ് 10 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 11ഉം 12ഉം പഠിക്കുന്നതിന് വേണ്ടി +1 +2 കാലയളവിലേക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണ്. ഇത് കൂടാതെ തന്നെ വിദ്യാധന സ്കോളർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഈ ഒരു സ്കോളർഷിപ്പൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ കൂടി ചെക്ക് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റ് ഓഗസ്റ്റ് അവസാനം വരെ ഉണ്ട്. സോ കാത്തിരിക്കാം. ഏറ്റവും പുതിയ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസും ഓരോ സ്കോളർഷിപ്പിൻ്റെ സെപ്പറേറ്റ് ഇൻഫർമേഷൻസുമായിട്ട് ഞങ്ങൾ വരും. തൽക്കാലം നിർത്തുന്നു. ബൈ.